ചങ്ങായിമാരെ നമ്മളെ വിസർജന ടീമില് 2 ദിവസമായിട്ട് സംഖ്യയുടെ കൂട്ടക്കരച്ചിലാണ്. ഒരു 1.5 കൂട്ടക്കരച്ചില്. എന്ത് പറഞ്ഞിട്ടാണ് ലവന്മാര് കരയുന്നറിയാം? അടുത്ത മുഖ്യമന്ത്രി ഉണ്ടല്ല, അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി മുസ്ലിം ആയിരിക്കും, അതുമല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഉണ്ടല്ല, ആഭ്യന്തരമന്ത്രി മുസ്ലിം ആയിരിക്കും എന്ന് പറഞ്ഞാണ് വിസർജന ടീമില് കുറെ മരവാഴകള് അവിടെ കിടന്ന് കൂട്ടക്കരച്ചിൽ കരയുന്നത്. ലവന്മാരെ കുറ്റം പറയുമ്പോ മുസ്ലിം ലീഗിനാണ് പറയുന്നെങ്കിലും അത് മുസ്ലിം ലീഗിനല്ല, കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങളെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അതായത് CPM-ലെ മുസ്ലിങ്ങൾ മന്ത്രിയായാലും ശരി, കോൺഗ്രസിലെ മുസ്ലിങ്ങൾ മന്ത്രിയായാലും ശരി, ഇനിയിപ്പോ മുസ്ലിം ലീഗിലെ മുസ്ലിങ്ങൾ മന്ത്രിയായാലും ശരി, ലവന്മാർക്കുണ്ടല്ല ഒരേ കുരുവട്ടലാണ്. എന്തായാലും നമുക്ക് ലവന്മാരുടെ വിസർജന ടീമിലെ സംഖ്യയുടെ ഒരു 1.5 കുരുവട്ടൽ കണ്ടിട്ട് വന്നാലോ? ഒരുത്തനല്ലാട്ട കുരുവട്ടത് 3-4 നേരം നിന്നിട്ടാണ് ഒരു 1.5 കുരുവട്ടൽ പൊട്ടിക്കുന്നത്. എന്തായാലും നമുക്ക് മനോഹരമായ കുരുവട്ടലുകൾ കണ്ടിട്ട് വരാം. മുസ്ലിം ലീഗ് ആദ്യമായിട്ട് 13 സീറ്റാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഈ 13 സീറ്റുള്ള ലീഗ് 967 മന്ത്രിസഭയുടെ ഭാഗമായപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ സംസ്ഥാനത്ത് അന്ന് വരെ കേട്ടുകേൾവില്ലാത്ത രീതിയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജില്ല രൂപപ്പെടുകയാണ് കേരളത്തിൽ. മലപ്പുറം എന്ന് പറയുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജില്ല മുസ്ലിം ലീഗ് കേരളത്തിൽ ഒരു മന്ത്രിസഭയുടെ ഭാഗമായപ്പോൾ രൂപപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും ലീഗിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്താണെന്ന് ഈ ഒരു ഇൻസിഡന്റിലൂടെ തന്നെ നമുക്ക് കാണിക്കാം. മാറാടിന്റെ വിഷയത്തിൽ കാണിക്കാം, അല്ലെങ്കിൽ 92 അയോധ്യ വിഷയത്തിന്റെ പേരിൽ മലപ്പുറത്ത് നടന്നിട്ടുള്ള തുടർച്ചയായ സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് മുസ്ലിം ലീഗ് ഒരു കമ്മ്യൂണൽ സ്വഭാവമുള്ള സംഘടനയാണ്. മാത്രമല്ല നമുക്കറിയാമല്ലോ, നമ്മുടെ രാഷ്ട്രത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട സംഘടനയാണ്. 2 നേഷൻ തിയറി ഉണ്ടാക്കിയത് ആരാണ്? എന്തിനാണ് 947 മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ മഹത്തരമായ ദേശത്തെ വെട്ടി വിഭജിച്ചത്? അപ്പോൾ ആ വിഭജനത്തിന് കാരണമായ എല്ലാ അടിസ്ഥാനത്തിലും മതരാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ SDPI-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സിമിയുടെയും ആശയങ്ങൾ കേരള നിയമസഭയ്ക്ക് അകത്ത് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ്. അങ്ങനെയുള്ള ലീഗ് കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുന്നുവെന്ന് പറയുമ്പോൾ അത് 2014 മുമ്പുള്ള ജമ്മു കാശ്മീരിന്റെ സാഹചര്യത്തിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതായത് നമ്മളെ വിസർജനത്തിന് ചാണക സഖീസ് പറഞ്ഞത് മുസ്ലിങ്ങള് കേരളത്തിൽ മന്ത്രിമാരായി കഴിഞ്ഞാൽ കേരളം കാശ്മീരാകുന്നതാണ്. എല്ലാം മിസ്റ്റർ ചാണക സഖീസ്, കേരളം ഉണ്ടല്ല കാശ്മീർ പോലെ ആയി കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഏറ്റവും ശുദ്ധമായ മനസ്സുള്ളവരുണ്ടല്ല, ഏറ്റവും നല്ല മനസ്സുള്ളവര് കാശ്മീരികളാണ്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കാണാൻ സുന്ദരമായ സ്ഥലം ഉണ്ടല്ല, അതും കാശ്മീരാണ്. അതുകൊണ്ട് കേരളം കാശ്മീർ പോലെ ആയി കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇനിയിപ്പോ നിങ്ങൾ കാശ്മീരിന് പകരം നിങ്ങൾ BJP-ക്കാർ ഭരിക്കുന്ന ബീഹാർ പോലെയോ അല്ലെങ്കിൽ UP പോലെയോ കേരളം ആകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കാശ്മീർ പോലെ ആയിക്കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? അതായത് കാശ്മീർ ഉണ്ടല്ല ഇന്ത്യയുടെ സ്വർഗമാണ് എന്റെ ചാണക സംഖ്യകളെ. പിന്നെ നിങ്ങൾ പറഞ്ഞു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. നിങ്ങൾ ഇമാതിരി പൊട്ടത്തരം പറയുമ്പം ആ പൊട്ടത്തരം വിശ്വസിക്കേണ്ടി വരുന്ന സംഖ്യകളുണ്ടല്ല, നിങ്ങൾ അടിമകളായ ചാണക സംഖ്യകൾ, അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. അതായത് വിദ്യാഭ്യാസവും വിവരമുള്ള കൊച്ചു കുട്ടികളിലെ അവർക്ക് പോലും അറിയാം ജനസാന്ദ്രതയും ഭരണപരമായ ബുദ്ധിമുട്ടും കൊണ്ടാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചതെന്ന്. അതുപോലും നിങ്ങളെപ്പോലുള്ള വേട്ടവളിയന്മാർക്ക് അറിയില്ലെങ്കിൽ എന്താണ് പറയുക? വേറൊരു കാര്യമുണ്ട്, നിങ്ങളെപ്പോലത്തെ സംഘി പൊട്ടന്മാറ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല പടച്ചോനും പടച്ച തമ്പുരാന് പോലും പറ്റൂല. പിന്നെ നിങ്ങൾ പറഞ്ഞ അയോധ്യന്റെ പേരിൽ മലപ്പുറത്ത് വർഗീയ സംഘർഷങ്ങള് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ചാണക സംഖ്യകളെ അയോധ്യന്റെ പേരിലല്ല ഒന്നിന്റെ പേരിലും മുസ്ലിങ്ങളുണ്ടല്ല മലപ്പുറത്ത് ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ടില്ല. സംഘർഷം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടല്ല, അത് നിങ്ങളെ ചാണക സംഖ്യകളാണ്. അത് എന്തിന്റെ പേരിലാണെന്നറിയോ? ശ്രീകൃഷ്ണ ജയന്തിക്കുണ്ടല്ല ഘോഷയാത്രക്ക് അതിനെറിയാൻ വെച്ച ബോംബ് പൊട്ടിട്ട് അത് ഉണ്ടാക്കിയ നിങ്ങളെ ചാണക സംഖ്യ തന്നെയാണ് മരണപ്പെട്ടത്. അന്നെങ്ങാനും ആ ചങ്ങായിന്റെ കയ്യിൽ നിന്ന് ആ ബോംബ് പൊട്ടിയില്ലെങ്കിലല്ല ആ ഘോഷയാത്രയിലേക്കായിരിക്കും ആ ചാണക സംഖ്യ ആ ബോംബ് എറിയുന്നത്. അങ്ങനെ അങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംഖ്യ ഉദ്ദേശിച്ച പോലെ ഒരു കലാപം അന്ന് അവിടെ നടന്നിട്ടുണ്ടാവും. അങ്ങനെയുണ്ടല്ല മലപ്പുറത്ത് കലാപം ഉണ്ടാക്കാൻ നോക്കിയത് നിങ്ങൾ സംഖ്യകൾ തന്നെയാണ്. അതായത് സംഗീസ് നിങ്ങളെ കൂടിയുണ്ടല്ല ദൈവം പോലും ഇല്ല. ഇനി നമുക്ക് ഈ ചാണക സംഖ്യയുടെ അടുത്ത മനോഹരമായ ചെറിയൊരു കുരുപൊട്ടൽ കണ്ടിട്ട് വന്നാലോ? റോറി സഖ്യം ഉണ്ടായിരുന്നു, റൊണാൾഡോ റിവാൾഡോ സഖ്യം. അപ്പം UDF-ൽ ഒരു പുതിയ സഖ്യമാണ് കുസൈൻ എന്ന് പറയും, കുഞ്ഞാപ്പ സതീശൻ സഖ്യം. അതുപോലെയാണ് UDF-ൽ ഇപ്പൊ കാര്യങ്ങൾ. ഇത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എല്ലാ തവണയും UDF അധികാരത്തിൽ വേണം ലീഗ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ കൊണ്ടുപോകും. അവർക്ക് വേണ്ട ഏതൊക്കെയാണ്? വ്യവസായ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, പ്രധാനപ്പെട്ട വകുപ്പെല്ലാം വേണം. ഇപ്പം ഇതിനകത്ത് പെടാൻ പോകുന്ന പറഞ്ഞാൽ UDF-ലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടന ജോസഫ് ഗ്രൂപ്പ് ആയിരിക്കും. അവർക്ക് വല്ല ജലവ് വകുപ്പ് അങ്ങനെയുള്ള വകുപ്പുള്ള പേരിന് വല്ല പൈസ കിട്ടുന്ന വകുപ്പുകൾ അവർക്ക് കിട്ടാൻ പോകുന്നത്. RSP ഉണ്ട്. അവർക്ക് എന്ത് വകുപ്പ് കിട്ടും? വല്ല കയർ വകുപ്പോ വല്ല കയറോ വല്ല ഭൂവസ്ത്രോ അങ്ങനെയുള്ള വകുപ്പുകൾ കിട്ടാൻ സാധ്യത, റബ്ബറോ കൃഷി വകുപ്പിനും കിട്ടാൻ സാധ്യത. കാരണം പ്രധാനപ്പെട്ട വകുപ്പുള്ള ലീഗിനൊരു പ്രത്യേക മൈവഴക്കമുണ്ട്. അവരൊരു പ്രത്യേക സംവിധാനമാണ്. ഇപ്പോൾ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വന്നപ്പോൾ ഒരു കുഞ്ഞാപ്പ കാണാൻ പറ്റത്തില്ല. എല്ലാ വിസർജന ടീമിലെ കുരുപൊട്ടി സംഖ്യകളെ UDF ആണ് വിജയിക്കുന്നെങ്കിൽ UDF-ഉം അവരെ ഘടകകക്ഷികളായ ലീഗൊക്കെ ഉണ്ടല്ല ആരാ മുഖ്യമന്ത്രിയാക്കണം ആരാ ആഭ്യന്തരമന്ത്രിയാക്കണം എന്ന് അവർ തീരുമാനിക്കും. ഇനി അതല്ല LDF ആണ് വിജയിക്കുന്നെങ്കിൽ LDF-ഉം അവരുടെ ഘടകകക്ഷികളും തീരുമാനിക്കും ആരാ മുഖ്യമന്ത്രിയാക്കണം ആരാ ആഭ്യന്തരമന്ത്രിയാക്കണം എന്ന്. പക്ഷെ ഒരു സീറ്റ് പോലും കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത നിങ്ങൾ ചാണക സംഖ്യകൾ ഈ വിസർജനത്തിൽ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആൾക്കാർ ഇപ്പൊ മന്ത്രിയും മുഖ്യമന്ത്രി ആക്കാൻ പറ്റുമോ? എന്റെ ചാണക സംഖ്യകള് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ല അവിടെ നിങ്ങൾ ചന്ദ്രശേഖരൻ മുതലാളിനെ മുഖ്യമന്ത്രി ആയിക്കോ, നിങ്ങൾ ജെട്ടി സാബുല്ലേ 2020 ജെട്ടി സാബുവിനെ വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രി ആയിക്കോ, ഇനി ധനകാര്യമന്ത്രി ഇടില്ല നമ്മൾ അഖിൽമാരൻ ഓനെ ആക്കിയിട്ടില്ല. സമാധാനിച്ചോ? എല്ലാതൊരു ചാനലിൽ വന്നിരുന്നിട്ട് ഇമാതിരി പൊട്ടി കരയിൽ കരഞ്ഞാല് നിങ്ങളെ സംഖ്യയിലിടില്ല, നിങ്ങളെ സംഖ്യകൾ പോലും ചിരിച്ചു പണ്ടാറടക്കും. എന്താണ് നമുക്കിനി ഈ വിസർജന കുരുപൊട്ടികളുടെ അവസാനത്തെ ഒരു മനോഹരമായ കുരുപൊട്ടലും കൂടി കണ്ടിട്ട് വന്നാലോ?
ബാ. കാരണം കോൺഗ്രസിന് ലീഗ് ഉണ്ടായാലേ കോൺഗ്രസിന്റെ ഒരു ദേശീയ അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ എത്താൻ ലീഗിന്റെ സഹായം വേണ്ടി വന്നു. കാരണം നമ്മുടെ ലീഗ് ഒരു പ്രത്യേക കേരള രാഷ്ട്രത്തിൽ ഒരു പ്രത്യേക ഒരു വൈഭവം, ഒരു പ്രത്യേക മെയ്വഴക്കമുള്ള പാർട്ടിയാണ്. കാരണം കോൺഗ്രസിലേക്ക് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയെന്നോ ബി ജെ പിയിൽ നിന്നോ മറ്റേത് സംഘടന ഒരാൾ കോൺഗ്രസിലോട്ട് ചെന്നാൽ അവിടെ ഒരു ആചാരമുണ്ട്. സാറിന് കെ പി സി ഓഫീസിൽ ചെന്ന് കെ പി സി പ്രസിഡന്റ് കാണുമല്ലോ ചെയ്യുന്നത്, പാണക്കാട്ട് നിന്ന് തങ്ങളെ കാണാം, അല്ലെങ്കിൽ കുഞ്ഞാപ്പയെ കാണാം. കുഞ്ഞാപ്പയെ കണ്ടിട്ട് രണ്ട് ഈത്തപ്പഴം കഴിച്ചതോ അല്ലെങ്കിൽ ഒരു സ്നാനങ്ങളും കുടിച്ചാൽ ചടങ്ങ് പൂർത്തിയാകത്തുള്ളൂ. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് കേരളത്തിലെ കോൺഗ്രസുകാർക്കുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു രാഹുൽ ഗാന്ധിക്ക് ജയിക്കണ ലീഗിന്റെ സഹായം വേണം, പ്രിയങ്ക വാദ്രയ്ക്ക് ജയിക്കണ ലീഗിന്റെ സഹായം വേണം. ഇപ്പോൾ കോൺഗ്രസിന് കേരളത്തിൽ ഒരു 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന് അധികാരത്തിൽ ലീഗിന്റെ സഹായം തേടിയപ്പെട്ടുള്ളൂ. പിന്നെ ലവന്മാരുടെ വർത്താനം കണ്ടെത്തുന്നു. ലവന്മാർ ഒറ്റക്കാണ്, ബി ജെ പി ഒറ്റക്കാണ് കേന്ദ്രം ഭരിക്കുന്നത്. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു ഉണ്ടല്ല, പിന്നെ നിന്ന് താങ്ങിയില്ലെങ്കിൽ ലവന്മാരുണ്ടല്ല പ്രതിപക്ഷത്തിരുന്നിട്ട് കപ്പലണ്ടി കുറിക്കുന്നുണ്ടാവും. അതും നിതീഷ് കുമാറും ചന്ദ്രശേഖര നായിഡു ഉണ്ടല്ല, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലവന്മാർ അവന്മാർക്ക് വേണ്ടി എന്തൊക്കെ പണികളാ ചെയ്തു കൊടുക്കുന്നത്. അതായത് വേറെ ഒരു സംസ്ഥാനത്തിനും കൊടുക്കാത്ത അത്രയും ആനുകൂല്യങ്ങൾ ഇവരുണ്ടല്ല നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും വാരിക്കോരി കൊടുക്കുന്നത്. അത്രമാത്രം പേടിച്ചിട്ടാണ് ബി ജെ പി ഉണ്ടല്ല കേന്ദ്രം ഭരിക്കുന്നത്. അതായത് നിതീഷ് കുമാറോ ചന്ദ്രബാബു നായിഡോ ദേഷ്യം പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചെറുതായി വലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീരും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിന്റെ എല്ലാ കളിയും. പിന്നെ അതുമാത്രമല്ല, ബി ജെ പി കിട്ടിയ സീറ്റിന്റെ കഥയൊക്കെ ഉണ്ടല്ല, അത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി ഉണ്ടല്ല പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതായത് ആ ഇലക്ഷൻ എങ്ങാനും ഉണ്ടല്ല നേരാവണ്ണം നടന്നിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഉണ്ടല്ല രണ്ടക്കം കടക്കില്ലാന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് ലവന്മാർ കൂടിയിരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത്. അതായത് ഒരു സീറ്റ് പോലും കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ലവന്മാർ മറ്റുള്ളവരെ കളിയാക്കുക. പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലൊന്ന് ജയിച്ചതിനെ കളിയാക്കുന്നത് നിങ്ങളോട്, നിങ്ങളെ മൂത്ത ജീനില്ലേ, നിങ്ങളെ മൂത്ത ജീനായാലും ശരി, നിങ്ങളെ അമിത്ഷാ ജീനായാലും ശരി, കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ഒന്ന് നോക്കട്ടെ. നടക്കൂല. കേരളത്തിൽ അവരുണ്ടല്ല എന്ത് കളിച്ചാലും അവർ ജയിക്കൂല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ ജയിച്ചാൽ അത്രക്കങ്ങ് കളിയാക്കാൻ നിൽക്കണ്ടേട്ടാ. അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് ഇങ്ങനെ വിസർജനത്തിരുന്നിട്ട് സ്ഥിരമായിട്ട് കുരു പൊട്ടുക. നിങ്ങളെ കുരു ഇങ്ങനെ പൊട്ടുന്ന കാണുമ്പോട്ടില്ല നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്, മനസ്സിനൊരു കുളിർമയാണ് സംഖ്യയുടെ കുരുപൊട്ടൽ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഒരിക്കൽ കൂടി വിസർജനത്തിലെ എല്ലാ കുരുപൊട്ടികൾക്കും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും സുലാൻ.